ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് സൂര്യൻ്റെ അയനത്തെക്കുറിച്ച് പഠിക്കാം. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് പരിക്രമണ വേളയിലുടനീളം ഒരേപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞാൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് പരിക്രമണ വേളയിലുടനീളം ഒരേപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഈ സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. എന്താണ് ഉണ്ടാകുന്നത്? സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. വർഷത്തിൽ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മി ലംബമായി പതിക്കുന്നിടങ്ങളിൽ ചൂട് പൊതുവെ കൂടുതലായിരിക്കും. ചെരിഞ്ഞു പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് കുറവായിരിക്കും. ഇതാണ് നമുക്ക് സൂര്യൻ്റെ അയനം എന്ന പാരഗ്രാഫിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സൂര്യൻ്റെ അയനവും ഋതുക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാം. ഈ സൂര്യൻ്റെ ഈ അയനം മൂലമാണ് വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായിട്ടുണ്ടാകുന്നത്. അതായത് പരിക്രമണം മൂലമാണ് നമുക്ക് ഈ ഋതുക്കൾ മാറി മാറി വരുന്നത്. എന്നാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വർഷം തോറും ഉയർന്ന തോതിൽ, അതായത് ഉഷ്ണമേഖലാ പ്രദേശം, അതായത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ, ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ വർഷം തോറും ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഋതുഭേദങ്ങൾ പ്രകടമായിട്ട് അനുഭവപ്പെടാറില്ല. എന്നാൽ മീതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലകളിൽ, ഈ മധ്യ അക്ഷാംശ മേഖലകളിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടാറുള്ളത്. ഇനി ഈ ചിത്രത്തിൽ നോക്കൂ. സൂര്യൻ ഈ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. ഈ പരിക്രമണം ചെയ്യുന്ന വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാവുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ്. ഏതൊക്കെ ദിവസങ്ങൾ? മാർച്ച് 21, സെപ്റ്റംബർ 23. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ദിവസങ്ങളിലും രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താ നമ്മൾ പറഞ്ഞത്? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുക. ഈ പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാവുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് പറഞ്ഞ്? മാർച്ച് 21, സെപ്റ്റംബർ 23 ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലോടും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് നമ്മൾ വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനങ്ങളിലാണ്.
എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് ഗ്രീഷ്മായനാന്ത ദിനം എന്ന് പറഞ്ഞാൽ? മാർച്ച് 21 മുതൽ ഈ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടാണ് അയനം ചെയ്യുക. വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഈ ദിവസങ്ങളിലാണ് ഏറ്റവും ദീർഘമേറിയ പകലും ഹ്രസ്വമായ രാത്രിയും ലഭിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കിട്ടും.